ഇന്ന് നമ്മളൊരു 100 പേർക്കുള്ള ഭക്ഷണമാട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. കാരണം ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ചിക്കൻ കറി നെയ്ച്ചോറുമാണ് നമ്മളിപ്പോൾ ഉച്ചക്കടിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മസാല തയ്യാറാക്കുന്നുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉള്ളി എല്ലാം കൂടെ കൂട്ടി നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത് വഴന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം. പൊടികൾ ചേർക്കുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ ചിക്കൻ മസാലയ്ക്ക് പകരം ഞാൻ ഈ പക്ഷം ചേർത്തിരിക്കുന്നത് മീറ്റ് മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കാരണം അതൊന്ന് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മീറ്റ് മസാല ഉപയോഗിച്ച് ചിക്കൻ കറി വെച്ച് നോക്കണം. അപ്പോൾ എല്ലാവരും പറയും ഇറച്ചീൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം മാറുമെന്ന്. പക്ഷേ അതല്ല, കാരണം നമുക്ക് ചിക്കൻ കറി നോർമൽ വെക്കുമ്പോൾ പുളി രസം മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒത്തിരി നമ്മൾ മുളക് പൊടി അതൊന്നും ചേർക്കുന്നില്ല, കാരണം പെപ്പർ, ഗരം മസാല നമ്മൾ ലാസ്റ്റ് ചേർക്കാനുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ വരും. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഹെൽപ്പിനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി നമ്മൾ വെച്ചിട്ട് ഏകദേശം നമ്മളൊരു 10 കോഴിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ഉച്ചക്കത്തെ ചോദിച്ചു കഴിഞ്ഞാലും വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ വൈകുന്നേരം കൂടെ കഴിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് സെറ്റ് ആവട്ടെ. കാരണം നമുക്കൊരു കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടിയ ഒത്തിരി ഗ്രേവി വേണ്ട, തിക്ക് ഗ്രേവി ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ. നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർക്കുമ്പം ആവശ്യത്തിനുള്ള ഗ്രേവി വരും. ഇപ്പോൾ നമ്മൾ ചിക്കൻ ശേഷം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉടയാണ്ട് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട് കേട്ടോ. അപ്പോൾ ഒന്ന് സെറ്റായി വരട്ടെ. കാരണം നമുക്ക് ഫൈനലി നമ്മൾ ഗരം മസാലയും പെപ്പർ, കുരുമുളക് പൊടി കിടുമ്പോൾ അടിപൊളിയാവും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നമ്മൾ വെച്ച് കടുകും കൂടെ പൊട്ടിച്ചെടുക്കുക കേട്ടോ. കാരണം ബാക്കിയുള്ള ചേരുവകൾ നമ്മൾ ചേർക്കുന്നത് കാണിക്കാൻ പറ്റില്ല, കാരണം എടുക്കാൻ സമയം കിട്ടിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തൊരു ആളുള്ളതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ചിക്കൻ കറി കൊണ്ടാകാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിൽ പകർത്തി ഇപ്പോൾ നമ്മൾ ഇവിടെ ദമ്മ് കൂട്ടിക്കുക കേട്ടോ. നമ്മളിവിടെ ജോക്കർ അരി വെച്ചിട്ടോ ഈ പക്ഷേ നമ്മൾ ചോറുണ്ടാക്കിയ. സാധാരണ നമ്മൾ ഈ റൈസ് എടുക്കാറില്ല. പിന്നെ ഇതൊരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെടുത്ത് വെച്ചതാണ്. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അടി പിടിക്കാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളൊരു 12 കിലോയോളം നമ്മൾ അരി എടുത്തു. കാരണം വെച്ചാൽ കുറച്ച് നാട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്. അപ്പം അതിനിടയ്ക്ക് നമ്മൾ വൈകുന്നേര സമയത്തേക്കുള്ള എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന കേട്ടോ നിങ്ങൾ കാണുന്നത്. നമ്മൾ ഉള്ളിവടയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇതൊരു നമ്മളൊരു ഉച്ച കഴിഞ്ഞ് നമ്മൾ ഈ ചോറ് വിളമ്പുന്ന അതേ സമയത്ത് തന്നെ നമ്മളിവിടെ പണി തുടങ്ങി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണമായിരുന്നു. അപ്പം അതൊരു സൈഡിൽ അതെങ്ങനെ നടന്നു. അപ്പോൾ അത്യാവശ്യം ഇവിടെ വിളമ്പും പരിപാടിയൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പം സാധാരണ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാൻ സമയം കിട്ടാറില്ല. അതിന് നമ്മൾ തന്നെ ആകുമ്പോൾ എടുക്കാനുണ്ടാവില്ല. അപ്പോൾ ആളുള്ളതുകൊണ്ട് എടുത്ത് കിട്ടണം. അപ്പോൾ ഇനിയുള്ള വർക്കുകളിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കമൻ്റ് ഇടുക, അത് ഷെയർ ചെയ്യുക. അപ്പം ഫുഡ് വ്ളോഗ് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.